త్రిశూర్లో మన్నుత్తి. ఏ కోర్స్ చదువుతున్నారు? నేను ఎంఎస్సి. ఎంటమాలజీయా? ఇది ప్లాంటేషన్ క్రాప్ స్పైసెస్. కాలేదు. ఈ సంవత్సరం మ్యారేజ్ ప్రపోజల్ అయ్యి ഞാൻ വിളിക്കും എല്ലാവർക്കും. ചേട്ടൻ പേരെന്താ? ചേട്ടൻ പേര് രജി. ഇത് പാസ്റ്ററാണ്. പാസ്റ്ററാണോ? നിങ്ങൾ సిఎస్ఐకి వెళ్తాను యాక్చువల్గా. కడపలో కాదు, కొర్తుటూరు దగ్గర మాది. కడప తర్వాత యుఈఎస్ఐ తెలుసా ఆంటీ? యుఈఎస్ఐ. ഞാൻ ഒരു മിഷണറി സ്റ്റുഡൻ്റ് ആണ്. മിഷണറി അറിയോ? അങ്ങനെ ഒരു യുഎസ്ഐ മിനിസ്ട്രി ഉണ്ട്. എല്ലാവരും സ്റ്റുഡൻസ് ചെയ്യുന്നത് മിനിസ്ട്രി. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. അത് ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഉണ്ടാവും. ഞാൻ എല്ലാം കോളേജിൽ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് സ്റ്റുഡൻസ് എന്തെങ്കിലും ബിലീവേഴ്സ് ഉണ്ടുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചെയ്യും. യൂണിയൻ എവാഞ്ചലിസ്റ്റിക് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എവാഞ്ചലിസം ചെയ്യും. അത് ആൾ ഓവർ ഇന്ത്യ ഉണ്ട്. ഇവിടെ ഒരു 10 കോളേജസ് വിസിറ്റ് ചെയ്തു, പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ബിലീവേഴ്സ് ഉണ്ടുമ്പോൾ നമ്പർ കൊടുത്തു, അങ്ങനെ ചെയ്തിട്ട് വന്നത്. ഇങ്ങനെ ఇద్దరు తమ్ముళ్ళు. వాళ్ళు బీటెక్ 4th ఇయర్. చిన్నోళ్ళు. ఒక అబ్బాయి బీటెక్ 4th ఇయర్. അത് അത്ര മീനില്ല കേട്ടോ സിൽസി, അത്ര മീനില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം ഇല്ലല്ലോ. പകുതി കിട്ടാം, ബാക്കി ഇഞ്ചിക്കറി വെക്കട്ടെ. മതി മിരിച്ചിട്ട് అల్లం వేసేది. అల్లమా? నేను అందుకే వీడియో తీసుకుంటున్నా ఎట్లా చేస్తున్నారు ఇదేని తెలియదు కదా. ఇక్కడ ఏం చేస్తారా అంకుల్? మీరు ఏం చేస్తున్నారు? మీరు పాస్టర్ పని చేస్తున్నారు. మీరా? ఎక్కడ? చెంబలం పాంపాడంపార. പാമ്പാടുംപാറ. 2 സഭ. ഓ, 2 ചർച്ച്. അമ്പമ്പട്ടൊക്കെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് തന്നത് ആദ്യം ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നപ്പം ഇത് 2. അവരെങ്ങനെ ഉണ്ടാക്കാതെ അറിയില്ലല്ലോ എനിക്ക്. നമ്മളെ സംബന്ധിച്ചിപ്പോ എവിടെ കിട്ടിയാലും നമുക്ക് വിഷയമൊന്നുമില്ല. ചേട്ടനിക്ക് കുട്ടികളുണ്ടോ? പഠിക്കണോ? ഞാൻ ഓർമ്മയില്ല. മെഡിസിൻ ആണോ? కడప ప్రొద్దుటూరు పక్కన. అక్కడ ఏం చేశారు? అక్కడ మీరు ఎందుకు వచ్చారు? అక్కడ స్కూల్
ఆ. స్కూల్ టీచర్ ఓ అది ఎట్లా తెలుసు మీకు ఈ కడపలో ఒంగోలులో ఒంగోలులో ఒకటి ఆ. మళ్ళా కామూరు అదే మూడు స్కూల్ ఉంది. కామూరు ఒకటి ఆ. ఇంచమూరు ఇంచమూరు ఒకటి ఆహా మూడు స్కూల్ అక్కడ ఎట్లా పరిచయం మీకు ఆ. అక్కడ పోయి ఫస్ట్ స్కూల్ వర్క్ చేశాను నేను తర్వాత మా బ్రదర్స్ కూడా వచ్చింది వాళ్ళు స్కూల్ పెట్టారు మ్మ్. తర్వాత నా మ్యారేజ్ అయిన తర్వాత మేము కూడా స్కూల్కి పార్ట్నర్షిప్ తీసుకొని మేము కూడా వెళ్ళాం. ఆహా. మ్మ్. కరిపాకు కరివేపాకు തല പോയില്ലേ മോളെ മീൻ ചെറുക്കുന്നു നാളെ വരുമല്ലേ ചേച്ചി പക്ഷേ ഇത് നമ്മുടെ ആള് ഇതെന്നെ പഠിക്കാനാണോ എനിക്ക് ഒന്നും അറിയില്ല കറി ആന്ധ്ര കറി മാത്രമേ അറിയാം ഇത് അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ആന്ധ്രാക്കാരിയെ കിട്ടിയെന്ന് ഞങ്ങള് കർണാടകയിൽ പോയിട്ട് 4 ദിവസം പട്ടിണിയായിരുന്നു അറിയാവോ. ചോദിക്കണം മീൻ കാവാലി എന്നൊക്കെ പറയാൻ വയ്യായിരുന്നു ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾക്ക് ബിരിയാണി വേണം, ചിക്കൻ ബിരിയാണി വേണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചിക്കൻ ബിരിയാണി വിളമ്പി. ഞാൻ ഇതിനകത്ത് നോക്കി ചിക്കൻ എവിടെയാ, ചിക്കൻ മിക്സിക്കകത്ത് അടിച്ച് അതിൽ അങ്ങനെ അവിടെ പക്ഷെ അതുമല്ല അച്ഛാ അവിടെ ഒന്നാമതൊരു മട്ടൻ ബിരിയാണി കിട്ടും. ഫസ്റ്റ് മട്ടൻ ബിരിയാണി കിട്ടുന്നതാണ് കർണാടക. ഒരു രക്ഷയില്ല. ഞങ്ങളൊക്കെ തിരിച്ചു വന്നിട്ട് മൂവാറ്റുപുഴ വന്നപ്പോൾ ആർത്തിയായിരുന്നു ഇച്ചിരി ചോറ് കഴിക്കാനായിട്ട്. ആന്ധ്രയില് ഞങ്ങളുടെ ആന്ധ്രയിൽ ചെന്ന് കഴിഞ്ഞാൽ പുലാവ് എന്ന് പറഞ്ഞൊരു സാധനം പുലാവ് പുലാവൊക്കെ വന്നായിരുന്നു. വെച്ചു വെച്ചു താഴെ വെച്ചു മീനാ ഞാനവിടെ അത് പാത്രം മാത്രമായി. സെൽസി ഇതേ ഇത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു ഒത്തിരി ഇല്ല പൊടി ഇച്ചിരി കൊടുത്തോളൂ മുളക് പൊടി ഒരു 5-6 കിലോയുള്ള മുളക് പൊടി കിട്ടാൻ അത് മതി 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 അതേ ഉള്ളൂ. 8 കിലോ എന്ന് പറഞ്ഞാലും അതിന്റെ വേസ്റ്റ് എല്ലാം പോയി കഴിയുമ്പോഴത്തേനെ തലയൊക്കെ പോയില്ലേ എല്ലാം പോയി. അവര് എല്ല് ഒറ്റയ്ക്ക് കെട്ടി തന്നു വിട്ടു, എല്ല് വേറെ കിട്ടി. വേറെ കെട്ടി തന്നു, അത് നന്നായി. ഒറ്റയ്ക്ക് കെട്ടി തന്നു വിട്ടു. അവിടെ നമുക്ക് തിരിയേണ്ടി വന്നില്ല. അങ്ങനെ അവര് നമ്മുടെ അന്ന് കിടക്കാക്കലെന്നല്ലേ മേടിച്ചത്. ഇവിടെ അല്ല സോണില്ല ജോയിസാറാണ് അതിന്റെ. അല്ലെങ്കിൽ നമ്മളെല്ലാം തിരിയണ്ടായിരുന്നു. നമ്മളവിടെ മേടിക്കുമ്പോൾ തിരിച്ചു തരാം. నేను చెప్పేది ఏంటంటే ఒక 3 months బ్యాక్ 3-4 months బ్యాక్ ఒక 30 మెంబర్స్ వచ్చింది ఆంధ్ర ఇందులో స్టే చేశారు. 30 പേര് 50 చూడటానికి వచ్చి ప్రేయర్ చేసి ചേട്ടൻ വന്നത് ഒരു ദിവസം വന്നതല്ല ആന്ധ്രക്ക് ഇല്ല ഇല്ല പറഞ്ഞത് ഒരു ദിവസം മദൻ തിരുപ്പതി അത് ജോയ് സാറിലെ പോയി. ആ వాతావరణం ఎలా ఉంది ఆ? నచ్చిందా ఏంది వాతావరణం వాతావరణం చల్లగా ఉంటుంది ఎప్పుడు ఇక్కడ చల్లగా ఉంది పర్లేదు అక్కడ భయంకర చూడలే ఇవిడే తనకు కొరపండి അത് ആ തവി കൊണ്ട് പോരാതെ പെറുക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ തവി കൊണ്ട് പോരാതെ അത് ഇതാ കാശ്മീരി മുളകായി എരിവില്ല.
അത് കാശ്മീരിയാണോ? 1/2 കിലോ കിട്ടും. 1/2 കിലോ. ഇത് കാക്കിലോടെ പാക്കറ്റ്. ആ 1/4 കിലോ പാക്കറ്റ്. ఇక్కడ వచ్చినాక ఏదైనా അങ്ങോട്ട് കൊണ്ട് കൊടു. ఏదో చేయాలి ఎవరు మున్నారు మా తమ్ముళ్ళు వస్తారు డిసెంబర్లో. ఇక్కడ పక్కనే రామకల్ మేడ రామకల్. రామకల్ మేడ ప్లేస్ బాగుంది. పక్కన ఎక్కడది? బండి పోవాలి. 15 కిలోమీటర్లు. అంటే బస్సులో పోవచ్చా? బస్ ఉంది. అంటే ఎంత స్పెషల్ అక్కడ? సైట్ సీయింగ్. విద్యు బిల్లు ఆ. చాలా ఉన్నాయి. ఆ. ఆ. ఇంకా ఒక పెద్ద కొండ పైన నుంచి తమిళనాడు వ్యూ. ఓ ഇത് മതിയെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ വെളുത്തുള്ളി അത് മതിയാലോ? ഇഞ്ചി അത് മതിയാലോ? അധികം അത് കുറച്ചുകൂടെ ഇനി എടുത്ത് 10 കിലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ നല്ല ഇഞ്ചിക്കറി വെച്ചാൽ ഇത്രയും പോരെ ചാറിനാണ് ആളെ. ചാറ് കൂട്ടാനാണ്. ചോറിനൊക്കെ അങ്ങനെ വലിയ ചാറ് വേണ്ടായിരിക്കും. പുഴുകിற കപ്പയ്ക്കൊക്കെ ആണെങ്കിൽ ചാറിനോട് ചാറ് വെക്കുന്നില്ല. അല്ല ഇത് കുഴപ്പമില്ല. ഓരോ പീസല്ലേ കൊടുക്കുന്നുള്ളൂ. അതെന്താ ചേച്ചി മുളക് പൊടിയാണോ ഇത്? മുളക് പൊടി, കാരം, ആഹാ. കാരപ്പൊടി. బాగుంటది. പിന്നെ ഇത് വെക്കണം അത്രേ ഉള്ളൂ. വെള്ളം ഒഴിക്കും ഞാൻ. ഉപ്പിട്ടോ പുളി അധികം മാറ്റല്ലേ? പുളി അധികമോ? അധികം പകുതി ഇട്ടാ പകുതി ഇട്ടാ അത് ഒഴിച്ചു. പകുതി ഇട്ടു. 8 കിലോ മതി മതി മതി. ആ വെള്ളം ഒന്ന് ഒഴിച്ചു. കുറച്ച് വെള്ളം. അവിടെ చింతపండు చింతపండు. ఆ అదే అదే ఇక్కడ ఉండే చింత. ఇక్కడ ఇది చింతపండు ఇంకొక వెరైటీ. ఇది ఏందో గార్సీనా కొడంబూలి. కొడంబూలి వచ్చేసి ఫిష్ కర్రీకి స్పెషల్. ഒത്തിരി ഒഴിക്കണ്ടേ? ഇത് വീഡിയോ എടുക്കുന്നത് ആന്ധ്രയിലെ കപ്പയല്ല, ഇവിടെ ഉണ്ട് കപ്പ. ആന്ധ്രയിലെ കപ്പ. ആന്ധ്രയിലെ കപ്പ. ഞാൻ MSc പഠിക്കുമ്പോ ഒരു ദിവസം അവർ പറഞ്ഞത് കപ്പ ബിരിയാണി ഹാസ്റ്റലില് ഞാൻ ഭയങ്കര പേടിച്ചു. ആ ഭയങ്കര പേടിച്ചു. കപ്പ ബിരിയാണി ഈ കേരളത്തിലെ ഇത് കഴിക്കുവോ? അങ്ങനെ ഞാൻ മെസ്സിക്കേ പോയില്ല ആ ദിവസം. കേരള കപ്പ ബിരിയാണി അല്ല കേരള സ്പെഷ്യൽ. പറ്റല്ലേ? ഇത്രയാ പറ്റുമ്പോ ഇത്രയും വേണം. പിന്നെ ഇത് ചൂടാക്കിയിട്ട് ഇത് വെച്ചത്.